ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായാലും പഴയ ഷർട്ടുകളൊക്കെ എന്തായാലും ഉണ്ടാവും, അച്ഛൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പഴയ ഷർട്ടുകളാണെങ്കിൽ അത് വെച്ച് നമുക്ക് റീയൂസ് ചെയ്തിട്ട് പില്ലോ കവേഴ്സാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഇന്ന് ഞാനൊരു 5 ഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പഴയതെന്ന് പറയാൻ പറ്റില്ല, ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ ഇയർലി അവർക്ക് പുതിയത് കൊടുക്കുന്നതുകൊണ്ടും പഴയത് അങ്ങനെ ഇടാൻ പറ്റില്ല. അപ്പോൾ പുതിയ ഓരോ കളറിനും ഈ യെല്ലോയ്ക്ക് വ്യത്യാസം വരും. അപ്പോൾ ഇത് 2 വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ ഞാനത് മഞ്ഞയാണ്, പിന്നെ അതിൽ ലോഗോ ഒക്കെ ഉള്ളതുകൊണ്ട് പുറത്ത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. നല്ല ക്ലോത്താണ്, അധികം ഇട്ടിട്ടില്ല, 1-2 പ്രാവശ്യം ചിലപ്പോൾ ഇട്ട് കാണും. അപ്പം എന്താണിത് ചെയ്യുക, അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഉടുപ്പൊക്കെ തയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ മോളൊക്കെ വലുതായി. അപ്പോൾ ഞാനത് പില്ലോ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ പില്ലോയ്ക്ക് നമ്മൾ 2 പില്ലോ കവറൊക്കെ ഇടുമല്ലോ ഒരു പില്ലോയ്ക്ക്. അപ്പോൾ അതിൻ്റെ അടിയിലിടുന്ന ഇതിന് ടൈറ്റാക്കി ഇടാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇനി അതല്ല, മെയിൻ കവറും ആക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് മെയിൻ കവർ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഷർട്ടിൻ്റെ പോക്കറ്റൊക്കെ ഞാൻ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ ലോഗോ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞു. പിന്നെ 2 ഭാഗവും ഇങ്ങനെ കൈയിൻ്റെ അവിടുത്തെ ഭാഗം വെട്ടി കളഞ്ഞു. ആ കോളറുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല, ആ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തു. പിന്നെ താഴെ സ്കെയിൽ വെച്ചിട്ട് ഞാൻ വരച്ചു കൊടുക്കാൻ കേട്ടോ, നല്ല സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്കെയിൽ വെച്ച് വരച്ചിട്ട് ആ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കുലർ ഷേപ്പായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. പില്ലോ കവറിൻ്റെ ആ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ കിട്ടും. ഇനി നമുക്കൊരു പില്ലോ കവർ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അളവൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഷർട്ടിന് ഒരു മാക്സിമം ഒരു വിടുത്താണ് ഉണ്ടാവുക, ആ വിടുത്ത് നമ്മൾ മുഴുവനായിട്ട് എടുത്തു കേട്ടോ. കട്ട് ചെയ്ത് മാറ്റിയൊന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് 2 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളൂ. ഇനി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, പിന്നെ ഒരു പില്ലോ കവർ വെക്കാം. ഇനി ആ സൈഡിലുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുള്ളതാണ് കേട്ടോ. ഈ കാണുന്ന ഈ 2 സൈഡ് മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. മറ്റുള്ള 2 വശവും ഓൾറെഡി ഷർട്ടിൻ്റെ നമുക്ക് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ 2 സൈഡ് മാത്രമേ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയ സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് മുകൾ ഭാഗത്തേക്ക് വരും, മറ്റത് ബട്ടൺ ഉള്ളത് താഴെ ഭാഗത്തേക്ക് വരും കേട്ടോ. ഇനി ഇപ്പോൾ ഈ 2 സൈഡും അടിച്ചു കഴിഞ്ഞാൽ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പില്ലോ കവറായി. ഇത് നമുക്ക് ചെറിയ രീതിയിൽ പില്ലോ ഒന്ന് ഭംഗിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കട്ട് പീസുകൾ നമുക്ക് ചുരിദാറൊക്കെ തയ്ച്ചതിൻ്റെ ബാലൻസ് പീസുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് അയൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ എന്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ആ എടുക്കുന്ന തുണി നന്നായിട്ട് അയൺ ചെയ്തിട്ട് മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പം നിങ്ങളതങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്ത് തുണിയാണെങ്കിലും അതൊന്ന് നന്നായിട്ട് അയൺ ചെയ്തിട്ട് നമുക്കതിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ചിങ് വരും കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാക്സിമം സ്ക്വയർ ആയിട്ടുള്ള കുറച്ച് പീസുകൾ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ യെല്ലോയുടെ മുകളിൽ നമുക്ക് പല പല ഷേപ്പിൽ അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈൻ ആയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ ഒരു ഡിസൈൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവരാണ്, അല്ലാതല്ല എംബ്രോയ്ഡറി ചെയ്യുന്നവരാണ് ഇതിന് മുകളിൽ ഫ്ലവേഴ്സൊക്കെ എംബ്രോയ്ഡറി ചെയ്യുകയാണെങ്കിൽ നല്ല പില്ലോ കവറായിട്ട് കിട്ടും കേട്ടോ. മാത്രമല്ല, ഇനിയിപ്പോൾ എംബ്രോയ്ഡറി ഉള്ള തുണി കട്ട് ചെയ്ത പീസുകളുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ 5 ഷർട്ടും ഞാനിതേപോലെ 2 സൈഡും വെട്ടി ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് ആ ബട്ടനൊക്കെ ഒന്ന് അഴിച്ച് മാറ്റിയിട്ട് നമ്മൾ വെട്ടിയെടുത്ത കഷ്ണങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് പ്ലേസ് ചെയ്യാം കേട്ടോ. ഇനി കട്ട് ചെയ്ത് മാറ്റിയ സ്ക്വയർ പീസ് ഈ 2 പീസ് വെച്ചിട്ട് ഞാനെടുത്തു. ഉൾഭാഗം നല്ല ഭാഗം ഉള്ളിലോട്ട് മടക്കിയിട്ടോ. എന്നിട്ട് പുറമെ കൂടെ ഞാൻ ഇതേപോലെ സ്ക്വയറിൽ അടിച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഗ്യാപ്പ് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം എന്തെങ്കിലും എഡ്ജുള്ള ഒരു സ്റ്റിക്ക് പോലുള്ള എന്തെങ്കിലും കടത്തി വിട്ടിട്ട് നമുക്ക് മറിച്ച് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നല്ല സ്ക്വയർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമ്മൾ അരികൊക്കെ സൈഡൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു എഡ്ജുള്ള ഒരു വടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തി കൊടുത്താൽ, എന്നിട്ട് നമ്മൾ ഉൾഭാഗം നല്ല ഭാഗം ഉള്ളിലോട്ട് ഇടുകയാണ് കേട്ടോ. അത് ഇതേപോലെ നമുക്ക് ചെയ്തെടുത്താൽ ശരിക്കും നല്ല സ്ക്വയർ ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇനി ഇതെല്ലാം നമ്മൾ ഓരോ സ്ക്വയർ പീസും 4 വശവും സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പില്ലോ കവറിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ അത് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം പെട്ടെന്ന് അങ്ങനെ തോന്നിയപ്പോൾ ഇതിന് എളുപ്പമാണ്. ഓരോ സ്ക്വയർ പീസും എടുത്തിട്ട് 4 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് പില്ലോ കവറിൻ്റെ മുകളിൽ വെക്കാൻ ഇതിന് എളുപ്പമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് മാത്രം. നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് സ്ക്വയർ പീസായിട്ട് കിട്ടും കേട്ടോ. ഞാനതിൻ്റെ സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ സ്ക്വയർ പീസ് സൈഡ് ഉള്ളിലോട്ട് വെച്ച് മടക്കിയിട്ട് പില്ലോയിൽ പ്ലേസ് ചെയ്താലും മതി കേട്ടോ. കുറേ അധികം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതൊന്നും കൂടി ഞാനത് അയൺ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല പീസായിട്ട് നല്ല സ്ക്വയർ ഷേപ്പാക്കിയിട്ട് നമുക്ക് കിട്ടും കേട്ടോ.
ഇതിപ്പോൾ 2 പില്ലോയ്ക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഇനി ഒരു 2 പില്ലോയ്ക്ക് ഞാൻ വേറൊരു ഡിസൈൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ഇച്ചിരി കൂടി വലുപ്പമുള്ള സ്ക്വയർ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് അതിൻ്റെ 4 സൈഡും ഉള്ളിലോട്ട് വെച്ച് മടക്കാം കേട്ടോ. നമ്മൾ ടവലിനൊക്കെ ചെയ്യില്ലേ, ഹാൻഡ് കർച്ചീഫിന് അതുപോലെ. എന്നിട്ട് നമുക്ക് അത് ഡയറക്റ്റായിട്ട് പില്ലോയുടെ മുകളിൽ വെച്ച് തയ്ച്ച് കൊടുക്കാം കേട്ടോ. ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. നേരത്തെ കാണിച്ചത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ കേട്ടോ. ഇനി നമുക്ക് 2 പീസും കൂടി കിട്ടി. ഇനിയിപ്പോൾ ഇത് 2 പില്ലോയ്ക്കും കൂടിയിട്ടുള്ള പീസും കൂടി ആയിട്ടോ. ഇനി നമുക്ക് പില്ലോ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഒന്നും കൂടി അയൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചുളിവുകളൊന്നും വരാതിരിക്കാനായിട്ട് നന്നായി അയൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പില്ലോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കും. ഒരു പിൻ കുത്തി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്കിത് പില്ലോയുടെ മുകളിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. അപ്പോൾ അതിന് മുന്നേ ഫ്രണ്ട് ഭാഗം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ആ പീസ് വെച്ചിട്ട് ഒരു പിന്ന് കുത്തി കൊടുക്കാം മിഡിലിൽ. എന്നിട്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാനാണ്. എന്നിട്ട് നമുക്ക് 4 വശവും സിക്സാഗ് ചെയ്യാം. ഞാൻ സിക്സാഗ് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്തത്. അതല്ല സ്ട്രെയിറ്റ് ലൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നടുക്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞു. മിഡിൽ ഭാഗത്തെ ആ ഒരു ഡിസൈൻ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന 2 സൈഡ് ഉണ്ട്. ഓപ്പൺ ആയിട്ട് കിടക്കുന്ന 2 സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് വെച്ചാൽ മിഡിലിൽ വരുമ്പോൾ ആ ബട്ടനുള്ള ഭാഗം നമ്മൾ തുറന്നിട്ടിരിക്കുകയാണല്ലോ. ആ ബട്ടനുള്ള ഭാഗം വെക്കുമ്പോൾ കറക്റ്റ് ലെവൽ ചെയ്തിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെക്കണം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ബട്ടൻ്റെ പോർഷൻ വരുമ്പോൾ മാത്രം ഒന്ന് നമുക്ക് സൈഡിൽ നിന്ന് അറ്റത്തുനിന്ന് പിടിച്ചിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് നല്ല സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് പില്ലോ കവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര എളുപ്പമല്ലേ. 2 സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. ഡിസൈനൊക്കെ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നു മാത്രം. വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് ഫ്രണ്ട് ഭാഗം, മറ്റത് ബാക്ക് ഭാഗം കേട്ടോ. ബാക്ക് ഭാഗത്ത് കാണുന്ന സ്പേസിലൂടെയാണ് നമ്മൾ പില്ലോ ഇടുന്നത് ഉള്ളിലോട്ടും. അപ്പോൾ ഇതിന് സിപ്പ് വെക്കേണ്ട കാര്യം ഒന്നുമില്ല. 2 ഭാഗത്തൊരു സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് എളുപ്പമാണ് കേട്ടോ പില്ലോ കവർ ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് പില്ലോ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വാഷ് ചെയ്യാനും എളുപ്പമാണ്. സിപ്പ് വെക്കേണ്ട ആവശ്യമില്ല. ഓൺലി 2 സൈഡുള്ള സ്റ്റിച്ച് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഒരു ഡിസൈനും കൂടി ഉണ്ടല്ലോ, അതും കൂടി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയ സ്ക്വയർ ഷേപ്പുകളുണ്ടല്ലോ, അത് ഒരു സിമ്പിൾ ഡിസൈനായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരു ഐഡിയയിൽ ഞാൻ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ക്വയർ പീസുകൾ നമ്മൾ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ അവിടെയും ഓരോ കോർണറിലൊക്കെ വെച്ചിട്ട് അതൊരു ഡിസൈനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പില്ലോ ഇട്ട് കൊടുത്താലോ. എൻ്റെ എല്ലാ പില്ലോ കവറും യെല്ലോ കളറാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്കധികം ഷർട്ടും മഞ്ഞ കളറിലുണ്ട് കേട്ടോ. അപ്പോൾ കമ്പനിയിൽ നിന്ന് കൊടുക്കുന്നതായത് ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ യെല്ലോയ്ക്കും വ്യത്യാസമുണ്ട് ഓരോ വർഷവും. അപ്പോൾ നമുക്ക് പഴയത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ എവിടെ നോക്കിയാലും യെല്ലോ കളർ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഫാമിലി കളർന്ന് വേണമെങ്കിൽ യെല്ലോ കളർ എന്ന് പറയും. ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ചില യെല്ലോ കളർ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് യെല്ലോ ഉണ്ട്. അങ്ങനത്തെ ഒന്നും വലിയ ഇഷ്ടമില്ല. എന്നാലും ചില യെല്ലോയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മുഖത്തിനൊക്കെ നമുക്ക് നല്ല ബ്രൈറ്റ്നസ് തോന്നും കേട്ടോ. അപ്പോൾ ഈ പില്ലോ കവർ ഇട്ടു, ബട്ടൺ ഇട്ടു, ഇത്രയേ ഉള്ളൂ പില്ലോ കവർ. ഇനി ഞാൻ തയ്ച്ചെടുത്ത 5 പില്ലോ കവർ കാണിച്ചു തരട്ടെ. ഇതായിരുന്നു കേട്ടോ ആദ്യത്തെ ഡിസൈന്. അങ്ങനത്തെ 2 എണ്ണം. പിന്നെ നമ്മൾ ആ ബ്ലൂ കളറിൽ വെച്ച് ചെയ്തില്ലേ, അതേപോലെ 2 എണ്ണം. പിന്നെ താഴെ ഒന്നുണ്ട് കേട്ടോ, അത് ലൈറ്റ് യെല്ലോ കളറാണ്. അങ്ങനെ 5 പീസ് ഞാൻ തയ്ച്ചെടുത്തു. ആകെ 1 മണിക്കൂർ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ ചെയ്യാം. ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഐഡിയ ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഷർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, ചെക്ക് ഷർട്ടാണെങ്കിൽ നമുക്ക് ഡിസൈനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പ്ലെയിൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.